ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് അടിപൊളി ഒരു ഹലുവയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കൂടുതൽ ചേരുവകളൊന്നും ആവശ്യമില്ല. നുറുക്ക് ഗോതമ്പും പഞ്ചസാരയും മാത്രം മതി ഈ ഒരു ഹലുവ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഒന്ന് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 4 മണിക്കൂർ നേരത്തേക്ക്. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇപ്പം ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് ഹലുവ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടിയിൽ പിടിക്കൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതേപോലത്തെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കുറേശ്ശെ ഇങ്ങനെ അരിച്ചെടുക്കുക. എല്ലാം നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കണം. അതിൻ്റെ അടിയിലത്തെ ചണ്ടി മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതും നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ചണ്ടി മാത്രമായിട്ട് കിട്ടും കേട്ടോ. അതിലത്തെ പാലൊക്കെ നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാൻ പറ്റും. അവസാനം നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. എങ്കിലേ ആ ചണ്ടി മുഴുവൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ചണ്ടിയിൽ പകുതി പാൽ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ചണ്ടി മാത്രമായിട്ട് മാറ്റിയെടുത്തു. ബാക്കിയെല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലോട്ട് മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ആഡ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് മധുരം. അപ്പോൾ നിങ്ങൾക്ക് അത്ര വേണ്ട മധുരം എന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറേശ്ശെയായിട്ട് 1.5 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇനി കുറുകി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊരു ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാം. പക്ഷെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് മാത്രം. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഈ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടുള്ളൂ കേട്ടോ. നമുക്ക് തേങ്ങാപ്പാലോ ഒന്നും ആവശ്യമില്ല അതിലേക്ക്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, ഇതിങ്ങനെ കട്ടയാവും കുറേശ്ശെ. അത് കുഴപ്പമില്ല. അത് വറ്റി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പരുവത്തിൽ കിട്ടും. കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേശ്ശെ ആയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 കപ്പ് നുറുക്ക് ഗോതമ്പിൽക്ക് 1/2 കപ്പോളം നെയ്യ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്കിലേ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഹലുവ കിട്ടുള്ളൂ. ഞാൻ ഈ നെയ്യ് വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തു നിന്നാണ് കേട്ടോ. അവിടെ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നെയ്യ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ മിൽമയുടെ നെയ്യായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് പോരുന്ന പരുവായിട്ടുണ്ട്. കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഇത് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടത്, പുറത്ത് തന്നെ വെച്ചാൽ നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് തന്നെ വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചൂട് മാറിയതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. ഇവിടെ മക്കൾ സമ്മതിച്ചില്ല, വേഗം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നുറുക്ക് ഗോതമ്പൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചെടുത്താൽ മതി. ഒരുപാട് ഹലുവ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക്